ഹലോ സ്റ്റുഡൻസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്ലംബർ ജനറൽ ഗ്രേഡ് 2 എന്ന വിഷയത്തിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ ഒന്നാം യൂണിറ്റായ ഇൻസ്റ്റലേഷൻ ഓഫ് അഡ്വാൻസ്ഡ് ഫിക്സേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസ്റ്റലേഷൻ ഓഫ് ഫിക്സേഴ്സിലെ വാഷ് ബേസിൻ അഥവാ ബാത്റൂം സിങ്ക് എന്ന ഫിക്സറിന്റെ ഇൻസ്റ്റലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ജി കൊല്ലം ജില്ലയിലെ പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻസ്ട്രക്ടറാണ്. നമുക്ക് ആദ്യം ഫിക്സർ എന്താണെന്ന്, അതായത് ഫിക്സറിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കിയിട്ട് മുന്നോട്ട് പോകാം. ഫിക്സർ ഈസ് ആൻ എക്സ്ചേഞ്ചബിൾ ഡിവൈസ് which can be connected to the plumbing system to deliver and drain water. അതായത് ഫിക്സർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ഉപാധിയാണ്. വെള്ളം ആവശ്യമുള്ളിടത്ത് എത്തിക്കാനോ അല്ലെങ്കിൽ ഉപയോഗശേഷം വേസ്റ്റ് വാട്ടർ ഡ്രെയിൻ ചെയ്യിക്കാൻ, അതിനാണ് നമ്മൾ ഫിക്സർ ഉപയോഗിക്കുന്നത്. ഒരു വിനിമയ ഉപാധിയാണ്. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഫിക്സറാണ് വാഷ് ബേസിൻ എന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ഇനി വാഷ് ബേസിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനും കൂടെ നമുക്ക് പഠിക്കാം. A wash basin is a large bowl for washing your hands and face. It is usually fixed to a wall with taps for hot and cold water. ഒരു വാഷ് ബേസിൻ എന്ന് പറയുന്നത് സാധാരണയായി ഒരു വലിയ ബൗളായിട്ടാണ് കാണുന്നത്. നമ്മുടെ കൈകളും മുഖവും ഒക്കെ കഴുകാനാണ് അത് ഉപയോഗിക്കുന്നത്. ഭിത്തിയിലേക്ക് അല്ലെങ്കിൽ മതിലിലേക്ക് പിടിപ്പിച്ച രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിനെ കാണുന്നത്. ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടാനുള്ള ടാപ്സും ഇതിൽ ഉണ്ടായിരിക്കും. ഇത് വാഷ് ബേസിൻ അഥവാ ബാത്റൂം സിങ്കിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷനാണ്. നമ്മളിതിന്റെ ടൈപ്സ് ഒക്കെ കഴിഞ്ഞ വർഷം വിശദമായിട്ട് പഠിച്ചതാണ്. എന്നാലും ഒന്നും കൂടെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് വാഷ് ബേസിൻ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വരാം. അടുത്തത് നമ്മുടെ ടൈപ്സ് ഓഫ് വാഷ് ബേസിൻസ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം വിശദമായിട്ട് പഠിച്ചതാണ്. എന്നാലും നമുക്ക് പേര് പറഞ്ഞ് അപ്പോഴും ചിത്രങ്ങളും കൂടെ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം. ഓക്കെ. വാൾ ഹങ്, ഹാഫ് പെഡസ്റ്റൽ, ഫുൾ പെഡസ്റ്റൽ ഓർ ഫ്ലോർ മൗണ്ടഡ്, ടേബിൾ ടോപ്പ് ഓർ കൗണ്ടർ ടോപ്പ്, അണ്ടർ കൗണ്ടർ. ഇത് ഇത്രയാണ് നമ്മുടെ വാഷ് ബേസിന്റെ ക്ലാസിഫിക്കേഷൻസ്. ഇൻസ്റ്റലേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ്? ടൂൾസ് യൂസ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ. ഇൻസ്റ്റലേഷന് ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത്. ഒന്നാമത്തെ നമ്മുടെ മെഷറിംഗ് ടേപ്പ്. സ്റ്റീൽ ടേപ്പ് ആണ് ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ? അടുത്തത് നമ്മുടെ പെൻസിൽ. മാർക്കിംഗ് ടൂൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെൻസിലിനെയാണ്. നമ്മുടെ ഫോക്സ. ഈ ടൂൾസ് എല്ലാം നമ്മൾ ചിരപരിചിതരാണ്. ഈ ടൂൾസിനോടെല്ലാം നിങ്ങൾ ചിരപരിചിതരാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഇതിൽ ഒട്ടുമിക്കവാറും ടൂൾസ് എല്ലാം ഹാൻഡിൽ ചെയ്തവരാണ്, കൈകാര്യം ചെയ്തവരുമാണ്. ഇപ്പോഴത്തെ നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഈ ടൂൾസ് എല്ലാം ഒന്നും തൽക്കാലം കൈകാര്യം ചെയ്യാൻ, സ്കൂളിൽ വരാനോ പ്രാക്ടിക്കൽ ചെയ്യാനോ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനോ ഉള്ള നിവൃത്തിയില്ല. എന്നാലും നമുക്ക് പറ്റുന്ന കണക്കിന് പഠിക്കാം. അഡ്ജസ്റ്റബിൾ സ്പാനർ, അഡ്ജസ്റ്റബിൾ റെഞ്ച്, സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ നമ്മൾ സ്ക്രൂസ് ഒക്കെ ടൈറ്റൻ ചെയ്യാനും ലൂസൺ ചെയ്യാനുമായിട്ടൊക്കെ നമ്മളുടെ സ്ക്രൂ ഡ്രൈവർ. നെക്സ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ ഫോർ ഡ്രില്ലിംഗ് ഹോൾസ്, ഡ്രില്ലിംഗ് മെഷീൻ. Next one is hammer. And next tap back nut spanner.
സിലിക്കൺ സീലന്റ് വിത്ത് ഗൺ. എഡ്ജസ് ഒക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിലിക്കൺ സീലന്റ് വിത്ത് ഗൺ. And then cloth or cotton waste. ഇതിത്രയാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ ഉപയോഗിക്കുന്ന ടൂൾസ്. ഇനി കുറച്ച് നമ്മുടെ ഇൻസ്റ്റലേഷന് വേണ്ടി നമ്മൾ കുറച്ച് കൺസ്യൂമബിൾ പ്രോഡക്ട്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് ഫിഷേഴ്സ്, റബ്ബർ ബുഷസ്, അതായത് റബ്ബർ ബുഷസ്, പ്ലാസ്റ്റിക് ഫിഷേഴ്സ്, റബ്ബർ ഗാസ്കറ്റ്സ് ഓർ റബ്ബർ വാഷസ്. ഇങ്ങനെ കുറച്ച് കൺസ്യൂമബിൾ പ്രോഡക്ട്സും കൂടെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സിന്റെ ഓരോന്ന് ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സ് നോക്കാം. നമ്മൾ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സ് പഠിക്കാനായിട്ട് ജോഗർ എന്ന ഒരു മാനുഫാക്ചറുടെ ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ് റഫറൻസിന് എടുത്തിട്ടുള്ളത്. ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ വീഡിയോ ആണിത്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സ് പഠിക്കാനായിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ മെഷർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ട മെഷർമെന്റ് എന്ന് പറയുന്നത് ബേസിന്റെ റിം ടോപ്പ് ഹൈറ്റ് ആണ്. അതായത് ഫ്ലോർ ലെവലിൽ നിന്ന് 85 സെന്റിമീറ്റർ 850 mm മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വാഷ് ബേസിന്റെ റിം ടോപ്പ് ഹൈറ്റ്. ഇനി ഇവിടെ ഒരു YMM, ഒരു XMM, ഇവിടെ ഒരു YMM, ഒരു XMM ഒക്കെ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്പിലൊക്കെ നമുക്ക് പഠിക്കാം. അടുത്തത് ഇവിടെ നോക്കുക, ഒരു യെല്ലോ പ്രൊവിഷൻ ഇവിടെ കാണുന്നുണ്ട്. എന്താണിത്? ഇത് നമ്മുടെ ബേസിന്റെ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ആണ്. ഈ യെല്ലോ പ്രൊവിഷൻ അത് ഫ്ലോർ ലെവലിൽ നിന്നും 50 സെന്റിമീറ്റർ അബവ് ആയിരിക്കും. വാഷ് ബേസിന്റെ സെന്റർ ലൈനിലും ആയിരിക്കും. ആ സെന്റർ ലൈൻ മുകളിലോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്ടാ. ഈ വാഷ് ബേസിന്റെ സെന്റർ ലൈനിലായിരിക്കും. ഫ്ലോർ ലെവലിൽ നിന്ന് 50 സെന്റിമീറ്റർ അബവ് ആയിരിക്കും. ഇനി ഈ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിന്റെ ഇടതുവശത്ത് ഈ കാണുന്നത് ഫ്ലോർ ലെവലിൽ നിന്നും 55 സെന്റിമീറ്റർ മുകളിലായിട്ട് ഹോട്ട് വാട്ടർ ഇൻലെറ്റ് ആണ്. ഈ കാണുന്നത് കോൾഡ് വാട്ടർ ഇൻലെറ്റ് ആണ്. അത് ഫ്ലോർ ലെവലിൽ നിന്നും 60 സെന്റിമീറ്റർ മുകളിലാണ്. ഇത് നോക്കി, ഈ 8 സെന്റിമീറ്റർ ഈ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഇൻലെറ്റുകളുടെ സെൻട്രൽ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 8 സെന്റിമീറ്റർ. നമ്മൾ നോർമലായിട്ട് ഒരു വാഷ് ബേസിന് അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇടതുവശത്തുള്ളത് ഹോട്ട് വാട്ടറും വലതുവശത്തുള്ളത് കോൾഡ് വാട്ടറും ആയിരിക്കും. ഇതിപ്പോ ക്ലിയർ ആയല്ലോ. നമ്മുടെ ഇൻസ്റ്റലേഷൻ ഡയമെൻഷൻസ് 850 mm റിം ടോപ്പ് ഹൈറ്റ്, 50 സെന്റിമീറ്റർ ഓർ 500 mm നമ്മുടെ ബേസ് വാട്ടർ ഔട്ട്ലെറ്റ്, 55 സെന്റിമീറ്റർ ഓർ 550 mm ഹോട്ട് വാട്ടർ ഇൻലെറ്റ്, 600 mm ഓർ 60 സെന്റിമീറ്റർ കോൾഡ് വാട്ടർ ഇൻലെറ്റ്. ഇത് ഈ ഹോട്ട് കോൾഡ് വാട്ടർ ഇൻലെറ്റുകൾ, പിന്നെ നമ്മുടെ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ്, ഇതെല്ലാം ചെയ്ത് ഫിനിഷ് ആക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ടിൽ അതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വിശദീകരിച്ച് പറയാത്തതിനൊരു കാരണവും കൂടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വാൾ കട്ടിങ്ങിന്റെ വീഡിയോയിൽ ഈ പ്രൊവിഷൻസ് ഒക്കെ എങ്ങനെ കൊടുക്കുന്നു, വാൾ എങ്ങനെ കട്ട് ചെയ്യുന്നു, അതെങ്ങനെ കൺസീൽ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് അതിന് സമയം കളയാതെ ഈ ഇൻലെറ്റ് പ്രൊവിഷൻസിന്റെ കാര്യം മാത്രം പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നമ്മളിവിടെ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ് ഈ യെല്ലോ പ്രൊവിഷൻ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ്, ഈ വാഷ് ബേസിന്റെ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ബേസിനിൽ നമ്മൾ ഉപയോഗിച്ച വെള്ളമാണ് വേസ്റ്റ് വാട്ടർ. നമ്മളെ കൈകളും മുഖമൊക്കെ കഴുകിയിട്ട് അല്ലെങ്കിൽ വായൊക്കെ കഴുകിയിട്ടുള്ള നമ്മളുടെ ഉപയോഗശേഷമുള്ള വെള്ളമാണ് വേസ്റ്റ് വാട്ടർ. ആ വേസ്റ്റ് വാട്ടറിന്റെ ഔട്ട്ലെറ്റ് ആണ് യെല്ലോ പ്രൊവിഷനായിട്ട് കാണുന്നത്. ഈ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിന്റെ പ്രൊവിഷനും
ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഇൻലെറ്റുകളുടെ പൊസിഷനൊക്കെ ഇതിവിടെ നേരത്തെ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതിന്റെ കാരണം അറിയാം. നമ്മൾ കട്ടിംഗ് വാൾസ് എന്നുള്ള ഒരു സെഷനിൽ ഈ പ്രൊവിഷൻസ് എങ്ങനെ കൊടുക്കുന്നു എന്നും അതെങ്ങനെ കൺസീൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ ലൈൻ എങ്ങനെ കൊടുക്കുന്നു, ആ ലൈൻ എങ്ങനെ കൺസീൽ ചെയ്യുന്നു, ഈ പ്രൊവിഷൻസ് മാത്രം എങ്ങനെ വിസിബിൾ ആക്കി വെക്കുന്നു, ഇതെല്ലാം നമ്മൾ കട്ടിംഗ് വാൾസ് എന്നുള്ള വീഡിയോയിൽ ആ പാഠത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് പിന്നീട് അതിന് ഇപ്പൊ സമയം കളയാതെ ഇരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ, അതായത് ജാഗറിന്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ കാണുമ്പോൾ അതിനകത്ത് ആ വാൾ കട്ടിങ്ങിന്റെ ഒരു പിക്ചറും കൂടെ വരുന്നുണ്ട്, ഒരു വിഷ്വലും കൂടെ വരുന്നുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ YMM എന്ന് പറയുന്നത് നമ്മുടെ ബേസിന്റെ ഹോൾഡിംഗ് നട്ട്, ഈ ബേസിനെ ഹോൾഡ് ചെയ്യുന്ന നട്ട് പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ്. ഹോൾഡിംഗ് നെറ്റ് വെക്കാനുള്ള പ്രൊവിഷൻ ആണിത്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് YMM എന്ന് പറയുന്നത്. ഈ YMM നമ്മൾ നമ്മുടെ വാഷ് ബേസിൻ വെച്ച് തന്നെ ഭിത്തിയിലേക്ക് മാർക്ക് ചെയ്യും. ആ മാർക്ക് ചെയ്യുന്ന സമയത്തിന് നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്താണ്? എപ്പോഴും ഏത് മെഷർമെന്റ് നമ്മൾ ഭിത്തിയിലേക്ക് മാർക്ക് ചെയ്താലും അല്ലെ ഏത് പൊസിഷൻ മാർക്ക് ചെയ്താലും അതെല്ലാം എപ്പോഴും ലെവൽ ചെക്ക് ചെയ്ത് തന്നെ മാർക്ക് ചെയ്തിരിക്കണം. സ്പിരിറ്റ് ലെവൽ വെച്ച് ലെവൽ ചെക്ക് ചെയ്ത് തന്നെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പിരിറ്റ് ലെവൽ മാർക്ക് ചെയ്യുകയും ബാക്കി ജോലികൾ, അതായത് ഓരോ പ്രാവശ്യവും പൊസിഷൻസ് മാർക്ക് ചെയ്യുമ്പോൾ ലെവൽ ചെക്ക് ചെയ്യുക, ഹോൾഡിംഗ് നട്ട്സ് പ്ലേസ് ചെയ്യുമ്പോൾ ലെവൽ ചെക്ക് ചെയ്യുക, വാഷ് ബേസിൻ ഹോൾഡിംഗ് നട്ട്സിന്റെ കൂടുതൽ വാഷ് ബേസിൻ പ്ലേസ് ചെയ്ത ശേഷം ലെവൽ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ വാഷ് ബേസിൻ വെച്ച് നമ്മുടെ ആ റബ്ബർ ഗ്യാസ്കറ്റും നട്ടും ഒക്കെ വെച്ചത് ടൈറ്റ് ചെയ്യുന്ന സമയത്തിനും ഈ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് ലെവൽ ചെക്ക് ചെയ്ത് തന്നെ നമ്മൾ ഇൻസ്റ്റലേഷൻ പ്രോഗ്രസ് ചെയ്യണം. ഓരോ സമയത്തും ലെവൽ ചെക്ക് ചെയ്തിരിക്കണം. ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇതാ നമ്മൾ സ്പാനർ ഉപയോഗിച്ച് നമ്മുടെ ഹോൾഡിംഗ് നട്ട്സിൽ നമ്മുടെ ബേസിനെ പ്ലേസ് ചെയ്തു. സ്പാനർ ഉപയോഗിച്ച് നട്ടും ബോൾട്ടും ഒക്കെ കൃത്യമായിട്ട് ടൈറ്റൻ ചെയ്യുന്നു. ആ സമയത്തും നമ്മൾ ലെവൽ ചെക്ക് ചെയ്തിരിക്കണം. അതിനുശേഷം എന്താണ്, വാഷ് ബേസിന്റെ ടാപ്പ്, അതിന്റെ പേരെന്താണ്? പില്ലർ കോക്ക്. ആ പില്ലർ കോക്ക് 2 ഫ്ലെക്സിബിൾ ഹോസ് ഉള്ള പില്ലർ കോക്കാണ് നമ്മൾ ഈ വാഷ് ബേസിൽ, നമ്മൾ ഈ കാണുന്ന പർട്ടിക്കുലർ വാഷ് ബേസിന്റെ ഇൻസ്റ്റലേഷനിൽ ഉപയോഗിക്കുന്നത്. അത് ലെഫ്റ്റ് സൈഡിലുള്ള ഫ്ലെക്സിബിൾ ഹോസ് ഹോട്ട് വാട്ടർ ഇൻലെറ്റിലും റൈറ്റ് സൈഡിലുള്ള ഫ്ലെക്സിബിൾ ഹോസ് കോൾഡ് വാട്ടർ ഇൻലെറ്റിലും ഘടിപ്പിക്കുക. ലെഫ്റ്റ് സൈഡിൽ ഹോട്ട് വാട്ടർ, റൈറ്റ് സൈഡിൽ കോൾഡ് വാട്ടർ, 2 ഇൻലെറ്റുകളിലും ഫ്ലെക്സിബിൾ ഹോസ് ഘടിപ്പിച്ച് വെക്കുക. നമ്മുടെ റഞ്ചസ് അല്ലെങ്കിൽ സ്പാനേഴ്സ് കറക്റ്റ് അപ്രോപ്രിയേറ്റ് ടൂൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഈ ജോയിൻസ് ടൈറ്റ് ചെയ്യുക. ഇതേപോലെ നമ്മുടെ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിന്റെ പ്രൊവിഷൻ ഇവിടെ കാണുന്നുണ്ട്, കണ്ട? ഈ യെല്ലോ ആണ് നമ്മുടെ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിന്റെ പ്രൊവിഷൻ. ഈ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിന്റെ പ്രൊവിഷനിലേക്കാണ് നമ്മൾ നമ്മുടെ വേസ്റ്റ് കപ്ലിംഗ്, ബോട്ടിൽ ട്രാപ്പ്, പിന്നെ അതിന്റെ ഡ്രെയിൻ പൈപ്പ്, ആ സംഭവങ്ങളൊക്കെ, ആ അറേഞ്ച്മെന്റ്, അതായത് ഡ്രെയിൻ ലൈനിന്റെ ഫുൾ അറേഞ്ച്മെന്റ് നമുക്ക് ഇതിലേക്കൂടെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. വേസ്റ്റ് വാട്ടറിന്റെ ഔട്ട്ലെറ്റ് ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വേസ്റ്റ് കപ്ലിംഗ്. ആ വേസ്റ്റ് കപ്ലിംഗ് നമ്മൾ ബേസിന്റെ അവിടെ കറക്റ്റ്
ബേസിനകത്ത് ഒരു കുഞ്ഞു പ്രൊവിഷൻ ഉള്ളത് അറിയാമല്ലോ, നമുക്ക് വാഷ് ബേസിൻ കണ്ട ഓർമ്മയില്ലേ നിങ്ങൾക്ക്? വാഷ് ബേസിന്റെ ആ പ്രൊവിഷനിലേക്ക് വേസ്റ്റ് കപ്ലിംഗ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ശ്രദ്ധയോടെ വേസ്റ്റ് കപ്ലിംഗ് ഇൻസേർട്ട് ചെയ്യുന്നു. വേസ്റ്റ് കപ്ലിംഗ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വേസ്റ്റ് കപ്ലിംഗ് താഴെ വന്നു. മുകളിൽ നമ്മൾ അതിനെ ഇറക്കി വിട്ട് അതിൽ ബുഷസ് അല്ലെങ്കിൽ ഗ്യാസ്കറ്റ്, റബ്ബർ ഗ്യാസ്കറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ലീക്ക് ഉണ്ടാവാതെ അതിനെ സീൽ ചെയ്യുന്നു. ലീക്കൊന്നും ഉണ്ടാവാതെ അവിടെ നമ്മൾ റബ്ബർ ഗ്യാസ്കറ്റ് ഒക്കെ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അതവിടെ വെക്കുന്നു. കണ്ടോ? റബ്ബർ ഗ്യാസ്കറ്റ് ഒരു കോപ്പർ കളറിലുള്ള ഒരു, നമ്മളതിന് എന്താ പറയുന്നത്, സാധാരണയായിട്ട് വാഷർ അതൊക്കെ ഇട്ട് നമ്മൾ ലീക്കൊന്നും ഉണ്ടാവാതെ ഈ വേസ്റ്റ് കപ്ലിങ്ങിനെ കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതാ നമ്മുടെ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിന്റെ പ്രൊവിഷൻ. ഇതിപ്പോ വിസിബിൾ ആണ്, കണ്ടോ? ഹോളാണ്, പുറത്തേക്ക് നമ്മുടെ ലൈനിനെ, വേസ്റ്റ് ലൈനിനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പ്രൊവിഷൻ. ആ ഹോള് നമുക്കിപ്പോ ഇവിടെ ഈ ചിത്രത്തിൽ വിസിബിൾ ആണ്. ആ ഹോള് നമ്മൾ കാണുന്നുണ്ട്. ബോട്ടിൽ ട്രാപ്പ് അറേഞ്ച്മെന്റ്, ഇതാണ് നമ്മുടെ ബോട്ടിൽ ട്രാപ്പ് അറേഞ്ച്മെന്റ്. ഇതെന്താണ് ഈ ബോട്ടിൽ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ട്രാപ്സ് ഒക്കെ, ബോട്ടിൽ ട്രാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ബോട്ടിൽ ട്രാപ്പിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അതെ, സോളിഡ് പാർട്ടിക്കിൾസ് അറസ്റ്റ് ചെയ്യും, ഒരു വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഫൗൾ സ്മെല്ലിനെയും അതേസമയം അറസ്റ്റ് ചെയ്യും. ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. സോളിഡ് പാർട്ടിക്കിൾസ് അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഡ്രെയിനേജ് ലൈനിലെ ബ്ലോക്കിന്റെ ചാൻസസ് കുറയ്ക്കുന്നു. അങ്ങനെ ബോട്ടിൽ ട്രാപ്പ് അറേഞ്ച്മെന്റ് അതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. ചിത്രത്തിൽ കണ്ടോ? നമ്മൾ ഓരോ ജോയിന്റ്സും കൃത്യമായിട്ട് റഞ്ചസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ സ്പാനസ് എന്താണ് നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട കറക്റ്റ് ടൂള്, അത് ഉപയോഗിച്ച് തന്നെ ആ ഓരോ ജോയിന്റ്സും നമ്മൾ കൃത്യമായിട്ട് ലീക്ക് പ്രൂഫായിട്ട് ഫിക്സ് ആക്കി വെക്കുന്നു. ഇവിടെയൊക്കെ ലീക്ക് വന്നാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാമല്ലേ? അതുകൊണ്ട് ലീക്ക് പ്രൂഫ് ആക്കി തന്നെ നമ്മൾ കൃത്യമായി ടൈറ്റൻ ചെയ്യുന്നു. കണ്ടോ? കൃത്യമായി നമ്മൾ ലീക്ക് പ്രൂഫ് ആക്കി ടൈറ്റൻ ചെയ്യുന്നു. ഇൻസ്റ്റലേഷന്റെ അവസാന പടി, എഡ്ജസ് എല്ലാം സിലിക്കൺ സീലന്റ് ഗൺ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നു. ഇൻസ്റ്റലേഷന്റെ അവസാന പടിയാണ്. ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വാൾ ഹങ് ബേസിന്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതേ വീഡിയോയിൽ തന്നെ, ജോഗറിന്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ് നമ്മൾ റെഫറൻസിന് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇതേ വീഡിയോയിൽ തന്നെ നമുക്ക് ഒരു ഹാഫ് പെഡസ്റ്റൽ ഇൻസ്റ്റലേഷനും ഒരു ഫുൾ പെഡസ്റ്റൽ ഇൻസ്റ്റലേഷനും കാണാൻ പറ്റും. അത് നമുക്ക് ആ വീഡിയോ പോകുന്നതിനോടൊപ്പം തന്നെ മലയാളത്തിൽ അതിന്റെ എക്സ്പ്ലനേഷനും പറഞ്ഞ് കണ്ട് മനസ്സിലാക്കി പഠിക്കാം. സിലിക്കൺ സീലന്റ് ഗൺ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നു. കണ്ടോ? സിലിക്കൺ സീലന്റ് ഗൺ ഉപയോഗിച്ച് എഡ്ജസ് എല്ലാം കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഹാഫ് പെഡസ്റ്റലും കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഹാഫ് പെഡസ്റ്റൽ, ഇതിപ്പോ നമ്മുടെ വാൾ ഹങ് യൂണിറ്റിന്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ്, അതായത് നമ്മുടെ ബോട്ടിൽ ട്രാപ്പ് അറേഞ്ച്മെന്റ്, നമ്മുടെ ഹോട്ട് ആൻഡ് കോൾഡ് ഇൻലെറ്റുകൾ, ഇതെല്ലാം ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ഇതിൽ വിസിബിൾ ആണ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനെയൊക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം, എസ്തെറ്റിക് ആയിട്ട് ഹൈഡ് ചെയ്യണം. അതിനാണ് നമ്മളൊരു ഹാഫ് പെഡസ്റ്റൽ അറേഞ്ച്മെന്റ് ഉപയോഗിക്കുന്നത്. ആ ഹാഫ് പെഡസ്റ്റൽ അറേഞ്ച്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കൺസ്യൂമബിൾസ് ആണ് ഈ കാണുന്നത്. നമുക്ക് റബ്ബർ ഗ്യാസ്കറ്റ്, റബ്ബർ ബുഷസ്, പ്ലാസ്റ്റിക് ഫിഷേഴ്സ്, നെയിൽസ്, ബോൾട്ട്, ഇതൊക്കെ ഇത്
നമ്മുടെ ബേസിന്റെ ഇൻസ്റ്റലേഷൻ, ബേസിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും ഇതുപോലെ കുറച്ച് കൺസ്യൂമർ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിച്ചതാണ്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ, അടുത്ത് വരുന്ന വീഡിയോ കാണുമ്പോഴത്തേക്ക് അത് നമുക്ക് കുറച്ചും കൂടെ കാര്യമായിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കി വരാം. ഇതാണ് നമ്മുടെ ഹാഫ് പെഡസ്റ്റൽ അറേഞ്ച്മെന്റ്. ഈ പെഡസ്റ്റൽ അറേഞ്ച്മെന്റിനെ അതിന്റെ കറക്റ്റ് പ്ലേസിൽ വെച്ച് അതിന്റെ ഹോൾഡിംഗ് നെറ്റിന്റെ പ്രൊവിഷൻസ് വോളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രില്ല് വെച്ച് ഹോൾസ് ഡ്രിൽ ചെയ്യുന്നു. ഇതിലേക്ക് ഇതിനെ നെയില് ചെയ്ത് പിടിപ്പിക്കുന്നു ഈ ഹാഫ് പെഡസ്റ്റൽ അറേഞ്ച്മെന്റിന്. നെയിലില് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നു. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നു. ശേഷം റബ്ബർ ബുഷസ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. എസ്തെറ്റിക് ആയിട്ട് റബ്ബർ ബുഷസ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. എസ്തെറ്റിക് അപ്പിയറൻസിന്റെ മാത്രമല്ല ഇതിന്റെ പർപ്പസ് എന്താണ്? നമ്മുടെ സെറാമിക് പാർട്സിൽ മെറ്റൽ പാർട്ടിക്കിൾസ് ഡയറക്റ്റ് തട്ടാൻ പാടില്ല. അത് കോസ് ഓഫ് ഡാമേജിന് കാരണമാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ റബ്ബർ ഗ്യാസ്കറ്റും ബുഷസും ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ സൈഡിലും കൂടെ മറ്റേ സൈഡിലും കൂടെ റബ്ബർ ബുഷ് വെച്ച് ഫിനിഷ് ചെയ്യുന്നു. ശേഷം സിലിക്കൺ സീലൻ ഗൺ വെച്ച് എഡ്ജസും കൂടെ ഫിനിഷ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഹാഫ് പെഡസ്റ്റൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇതേമാതിരി തന്നെ ഫുൾ പെഡസ്റ്റലിന്റെ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സ് അത് കാര്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ജോഗറിന്റെ ഇൻസ്റ്റലേഷൻ വീഡിയോയുടെ ഡെമോ ലിങ്ക് ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും നോക്കി കണ്ട് മനസ്സിലാക്കണം. നമ്മുടെ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായാണ് ആ ലിങ്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ലിങ്കിലോട്ട് വരാം. ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ കയറി എല്ലാവരും ജോഗർ വാഷ് ബേസിന്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വരും ക്ലാസ്സുകളിൽ അത് ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.